സാർ ഇപ്പം നമ്മൾ ഒരുപാട് ചലഞ്ചസിനെ കുറിച്ച് സാർ പറഞ്ഞു. നമ്മുടെ സ്റ്റുഡൻസ് കറണ്ട് സിനാരിയോയിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ചലഞ്ചസ്. അപ്പം ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാനായിട്ട് കഴിയുക? നമ്മൾ ആദ്യം പറഞ്ഞത് 12th സ്റ്റാൻഡേർഡിൽ ആയ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് 12th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. ഇപ്പോൾ സ്പെസിഫിക്കലി അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചിനെ എങ്ങനെ അവർ ഓവർകം ചെയ്യാനാണ്, ഇഫ് ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ, ദ ആൻസർ ഇസ് ക്വൈറ്റ് സിമ്പിൾ. അതായത് ദേ ഹാവ് ടു ഡു എ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ. അതായത് അവരുടെ എബിലിറ്റീസിനെ കുറിച്ച് തന്നെ ആദ്യം മനസ്സിലാക്കുക. കാരണം ഓരോ വ്യക്തിക്കും അവരുടേതായ സ്ട്രെങ്സും വീക്ക്നെസ്സും ടാലൻസും എബിലിറ്റീസും സ്കിൽസും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ടാലൻറ്റ് അല്ലെങ്കിൽ എൻ്റെ സ്കിൽ, എബിലിറ്റി, പാഷൻ എല്ലാം ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആർക്കാണ്? അതെനിക്ക് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ അവൈലബിൾ ആയിട്ടുള്ള വാസ്റ്റ് അല്ലെങ്കിൽ ന്യൂമറസ് നമ്പർ ഓഫ് ഓപ്ഷൻസിൽ നിന്ന് കുറേ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് വി വിൽ ബി ഏബിൾ ടു നാരോ ഡൗൺ ദ ഓപ്ഷൻസ് ടു എ ഫ്യൂവർ നമ്പർ. അപ്പോൾ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് തിങ് ഇസ്, അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ KOL എന്ന് പറയും, അതായത് കീ ഒപ്പീനിയൻ ലീഡേഴ്സ്. അതിൽ ആരാണ് നല്ലൊരു ഒപ്പീനിയൻ ലീഡർ എന്ന് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ ചോദിക്കുക. എല്ലാ പരിചയമുള്ള ആൾക്കാരോടും അഭിപ്രായങ്ങൾ ചോദിക്കാൻ ദയവ് ചെയ്ത് നിൽക്കരുത്. അത് പറയാൻ ഒത്തന്റിക് ആയിട്ട് അല്ലെങ്കിൽ അത് പറയാൻ നോളജബിൾ ആയിട്ടുള്ള വ്യക്തികളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടും. അതുകൊണ്ട് അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരുടെ ആ കൗണ്ട് ലിമിറ്റ് ചെയ്യുക. കാരണം മോർ ഒപ്പീനിയൻസ് മീൻ മോർ ഡിസിഷൻ ഫെറ്റിംഗ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അതായത് ഇപ്പോൾ ബിടെക് ആണെങ്കിൽ 4 കൊല്ലത്തെ ഒരു കോഴ്സാണ്. 4 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിന് ഇൻഡസ്ട്രിയിൽ എത്രത്തോളം റെലവൻസ് ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്കോപ്പ് ഉണ്ടാകും എന്ന് അസസ് ചെയ്യുക. ഇത്തരം ഫാക്ടേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ബിക്കംസ് ഫാസ്റ്റർ, ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്. ഇനി ആസ് എ ഹോൾ യൂത്ത് എന്ന് പറയുന്ന ബ്രോഡർ ഓർ ജനറിക് കാറ്റഗറിയുടെ കേസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ചലഞ്ചസ് എങ്ങനെ ഓവർകം ചെയ്യുമെന്നാണെങ്കിൽ അതിന് ഫസ്റ്റ് അവരൊരു ഗോൾ സെറ്റ് ചെയ്യുക ലൈഫിൽ. ആൻഡ് ഈ ഗോൾസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഗോൾസ് ഹാവ് ടു ബി സ്മാർട്ട്. സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു അക്രോണിം ആണ്. where S stands for specific, M stands for measurable, A stands for attainable, R stands for realistic and T stands for time bound. ഇനി ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ടാസ്ക് കഴിഞ്ഞു. വാട്ട് ഡു യു തിങ്ക്? ഹഫ്നാസ് എന്താ പറയാനുള്ളത്? ഇല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യൂടെ വേണം. അബ്സല്യൂട്ട്ലി. കാരണം ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്താലേ നമുക്ക് ലൈഫിൽ സക്സസ് വരുള്ളൂ. നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതിലേക്ക് വേണ്ടി ഡിലിജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എപ്പോഴും ലൈഫിൽ സക്സീഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഇറ്റ് ഇസ് ഓതർഡ് ബൈ ജെയിംസ് ക്ലിയർ. അതിൽ വ്യക്തമായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന 2 സ്റ്റേറ്റ്സിന് പറയുന്നുണ്ട്. 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ വേഴ്സസ് ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഈ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുക, ലൈഫിൽ എന്ത് ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇനി ആ പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണം. ആ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഫേസിനെയാണ് ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വി ആർ ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ആൻഡ് അതിനെ പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് വി ആർ സ്വിച്ചിങ് ടു എ സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ. ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടൈം മാനേജ്മെന്റിന്റെ കേസ് എടുത്താൽ നമ്മുടെ ലൈഫിൽ എല്ലാ ആക്ടിവിറ്റീസിനും ടൈം കാണണം. ഇപ്പോൾ യൂത്ത്, അവർക്ക് സ്റ്റഡീസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ഹാവ് ടു ടേക്ക് റെസ്റ്റ്, ദേ ഹാവ് ടു ബി എൻ്റർടൈൻഡ്. അതായത് സിനിമക്ക് പോകണം, പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ പുറത്തു പോകണം, എല്ലാം ലൈഫിൽ വേണം. അതുകൊണ്ട് ഈ ഓരോ ആക്ടിവിറ്റിക്കും ഒരു സെറ്റ് എമൗണ്ട് ഓഫ് ടൈം അവർ ബ്ലോക്ക് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ ഒരു ഹോളിഡേ കിട്ടുകയാണെങ്കിൽ 6 to 7 hours ഓഫ് സ്റ്റഡി, അതുപോലെ തന്നെ മേ ബി 1 hour ഓഫ് എൻ്റർടൈൻമെൻറ്റ്,
അതുപോലെ തന്നെ മേ ബി എ കപ്പിൾ ഓഫ് അവേഴ്സ് ടു ഗോ ഫോർ എൻ ഔട്ടിംഗ് വിത്ത് ദ ഫാമിലി. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്കും ഒരു സ്പെസിഫൈഡ് ബ്ലോക്ക് ഓഫ് ടൈം അവർ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കണം. ഈ ഒരു ടെക്നിക്കിനെയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട്, അതായത് രാവിലെ 6 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരെ, അതായത് മേ ബി ഒരു 8:30 or 9 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർ ടൈം ബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ദിസ് ഇസ് അനദർ ടെക്നിക്. അപ്പോൾ ടൈം എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള 2 ടെക്നിക്സ് ആണ് ടൈം ബ്ലോക്കിംഗ് ആൻഡ് ടൈം ബോക്സിംഗ്. ഇത് അവർ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി ബിക്കം ഇഫക്റ്റീവ് മാനേജേഴ്സ് ഓഫ് ടൈം. ഇനി തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് ഡിസ്ട്രാക്ഷൻ. ഹൗ ടു ഓവർകം ഡിസ്ട്രാക്ഷൻ ഇസ് എ $1 billion ക്വസ്റ്റ്യൻ. അതിനുള്ള സിമ്പിൾ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിസിപ്ലിൻ. അതായത് ഡിസിപ്ലിൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ഹാവ് ഗോട്ട് ആൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാലിറ്റി. അതായത് മോർ യു ആർ ഡിസിപ്ലിൻഡ് ഇൻ ലൈഫ്, ദ ലീസ്റ്റ് യു ആർ ഡിസ്ട്രാക്റ്റഡ്. സാർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ജൂലൈ 15th വേൾഡ് യൂത്ത് സ്കിൽസ് ഡേയുടെയൊക്കെ നമ്മുടെ തീം തന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ കുട്ടികൾക്ക് അവരുടെ പഠനത്തിലേക്ക് അല്ലെങ്കിൽ ഏത് രീതിയിലാണത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചുകൂടെ സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എവറി കോയിൻ ഹാസ് 2 sides. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ഇറ്റ് ഓഫേഴ്സ് ടു ദ യൂത്ത് ഇസ് കൺവീനിയൻസ്. അതായത് നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ നമുക്കൊരു അസൈൻമെൻറ്റ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുകയാണ്. നമ്മൾ എങ്ങനെയാണ് അത് ആൻസർ ചെയ്തിരുന്നത്? നമ്മൾ സ്വമേധയാ അത് എഴുതുന്നു. നമ്മൾ ലൈബ്രറിയിൽ പോയി അതിൻ്റെ ആൻസേഴ്സ് പല ബുക്കുകളിൽ നിന്ന് നോക്കി അങ്ങനെയാണല്ലോ നമ്മൾ ആൻസർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റുഡൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? അവർ ലൈബ്രറിയിൽ പോയി ഇതിൻ്റെ ആൻസർ ഏത് ബുക്കിലുണ്ട് എന്ന് സെർച്ച് ചെയ്ത് അങ്ങനെയാണോ ആൻസർ ചെയ്യുന്നത്? അല്ല, അവരെന്താണ് യൂസ് ചെയ്യുന്നത്? അവർ പറയുന്നത് പോലെ ടൂൾസ് യൂസ് ചെയ്യുന്നു. അബ്സല്യൂട്ട്ലി. അത് ChatGPT തന്നെയാണ് അതിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾസ്. പിന്നെ കാലക്രമേണ, അതായത് ആസ് ടൈം പ്രോഗ്രസ്, നമ്മൾ തന്നെ ഇപ്പോൾ കോളേജിലേക്ക് എത്തിയ ഒരു ഫേസിൽ ഒരു അസൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ യൂസ് ചെയ്ത് ആൻസർ എഴുതുമായിരുന്നു. പക്ഷെ അപ്പോഴും വി ഹാവ് ടു റെഫർ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ടു ഫൈൻഡ് ദ എക്സാക്ട് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് പോലും റെഫർ ചെയ്യുന്ന ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം ChatGPT എടുക്കുക, ആ പ്രോംപ്റ്റിൽ എന്താണ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദ ChatGPT itself will fetch the answers from different sources from the web and it will display it. അപ്പോൾ അവർക്ക് വളരെയധികം കൺവീനിയൻസ്. ആൻഡ് അപ്പാർട്ട് ഫ്രം കൺവീനിയൻസ്, ആ ഒരു ടൈം സേവിങ് ആസ്പെക്ട്. കാരണം ലൈബ്രറിയിൽ പോയി പല ബുക്കുകൾ റെഫർ ചെയ്യുക, അതിനെടുക്കുന്ന ടൈം, അതിപ്പോൾ അവർക്ക് അത്രയും ടൈം വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ പല വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആ ഒരു ആവശ്യവും വരുന്നില്ല. സോ ChatGPT, which is backed by artificial intelligence, is like a one-stop shop for all their assignment questions or curriculum related works. അപ്പോൾ നമ്മൾ സ്റ്റഡീസിനൊക്കെ എങ്ങനെയാണ് ഇതിന് നമ്മുടെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യമാണ് സാർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള രീതികളിലൊക്കെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിക്കാണ്. നല്ല പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒക്കെയുള്ള രീതിക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ചലഞ്ചല്ലേ ഇവർ ഫേസ് ചെയ്യുന്നത്? ഇത് കുട്ടികളെ ഏത് രീതിക്കാണ് എഫക്ട് ചെയ്യുന്നത് ശരിക്കും? ഡെഫിനറ്റ്ലി പറഞ്ഞതുപോലെ ChatGPT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് സൈഡിലേക്കും എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ, അതായത് കുട്ടികൾക്ക് ഇത് ഓഫർ ചെയ്യുന്ന കൺവീനിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ അതിനൊരു പോസിറ്റീവ് എലമെൻ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തത്. പക്ഷേ അതിലും ഒരു നെഗറ്റിവിറ്റി തന്നെ വരുന്നുണ്ട്. അതായത് ടു മച്ച് ഓഫ് കൺവീനിയൻസ് ഇസ് നോട്ട് ഗുഡ്. കാരണം ഇറ്റ് വിൽ make the children more lazy and it is going to eliminate their creativity. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, എൻ്റെ മോള് ഒരു ക്ലാസ് പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട് ഷീ യൂസ്ഡ് ChatGPT എന്ന് പറഞ്ഞു. അപ്പോൾ ChatGPT എന്നുള്ള കോണ്ടന്റ് ആണ് എടുത്തത്. അതുപോലെ തന്നെ പവർ പോയിന്റ് ഉണ്ടാക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ഒരു ടൂളാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ദാറ്റ് ചിൽഡ്രൻ ആർ ടോട്ട് ഹൗ ടു യൂസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ അത്
ഹാബിച്വൽ ആക്കരുത്, അല്ലെങ്കിൽ ഒരു റുട്ടീൻ ആക്കരുത്. കാരണം ഇപ്പൊ സ്കൂൾസിൽ അല്ലെങ്കിൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഒരു അസൈൻമെന്റ് അവരോട് ചെയ്യാൻ പറയുന്നതിന്റെ ഇന്റൻഷൻ എന്താണ്? അവരുടെ ആ ഒരു ഇമാജിനേഷൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, ഇതിനെല്ലാത്തിനെയും എൻഹാൻസ് ചെയ്യുക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഈ ഓരോ എലമെന്റും കരിക്കുലത്തിന്റെ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ChatGPT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്ത്, അതായത് ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ChatGPT യൂസ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അതായത് ഹൗ വി ആർ സപ്പോസ് ടു കംപ്ലീറ്റ് എൻ അസൈൻമെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ, ദ വേ ഓഫ് ആൻസറിങ്, ഹൗ മച്ച് ടു ആൻസർ. ആ ഒരു സ്ട്രക്ചേർഡ് വേ ഓഫ് തിങ്കിങ് ഇസ് ആക്ച്വലി ഗോയിങ് ഔട്ട് ഓഫ് ഓർഡർ. കാരണം എന്താ? ആൻസർ ചെയ്യുന്നത് നമ്മളല്ല, ChatGPT ആണ് നമുക്ക് വേണ്ടി ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാലം ഇങ്ങനെ ChatGPT യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ട് നാച്ചുറലി നമുക്ക് കിട്ടിയ ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിനെ നമ്മൾ തന്നെ ഡെലിബറേറ്റ് ആയിട്ട് കില്ല് ചെയ്യുകയാണ്. കാരണം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് നാച്ചുറൽ, ഇറ്റ് ഇസ് മാൻ മെയ്ഡ്, ഇറ്റ് ഇസ് സിന്തറ്റിക്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നാച്ചുറലി ഗിഫ്റ്റഡ് ബൈ ഓൾമൈറ്റി. സോ finding or striking the right balance between our naturally inherited intelligence and the human created artificial intelligence is the key factor. രണ്ടിനെ ഒരു ബാലൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് യൂത്ത് പൊസസ് ചെയ്യുന്ന ഒരു ഐഡിയൽ ഹാബിറ്റ് എന്ന് പറയുന്നത്. സാർ, നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ യങ്ങർ ജനറേഷൻ ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ അവർ പൊസസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് ഹാവ് സ്കിൽസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സർ എന്തൊക്കെയായിരിക്കും? ഹഫ്നാസ് ചോദിച്ചത് വളരെ റെലവെന്റും സ്ട്രാറ്റജിക്കും ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. And I am pretty sure that the answer to this question is going to be of immense use to all the viewers, especially the youth viewers of this podcast. അവർ എപ്പോഴും പൊസസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് ഹാവ് സ്കിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടേംസ് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ HR പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മൾ ഫ്രഷേഴ്സിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവർ കുറേ കൂടി സ്റ്റെഡ് ഫാസ്റ്റ് ആൻഡ് റിജിഡ് ആണ് ഇൻ ടേംസ് ഓഫ് ദെയർ മൈൻഡ് സെറ്റ്. അതായത് അവരിപ്പോൾ പറയുന്നു, ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് മേ ബി പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് എൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വർക്ക് ചെയ്യുക എന്നതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ബീങ് റിജിഡ് ഓർ ബീങ് സ്റ്റെഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലാതെ ഇപ്പൊ അവർ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ദേ ആസ്പയർ ടു ബിക്കം ഓൺട്രപ്രണേഴ്സ് ഇൻ ഫ്യൂച്ചർ. അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ബിസിനസ്സിൽ എന്നും അവർ അഡാപ്റ്റബിൾ ആയിരിക്കണം. അതായത് ഏത് ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ജോലിയാണെങ്കിലും കസ്റ്റമർ ഇസ് ഓൾവേസ് ദ കിങ്. അപ്പോൾ ചേഞ്ചിങ് കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിന് അനുസരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ കഴിയണം. അതിന് നമ്മൾ പ്രാപ്തരായിരിക്കണം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് അഡാപ്റ്റബിലിറ്റിയാണ്. അതായത് ഞാൻ ഇപ്പോൾ പഠിച്ച ഒരു സബ്ജക്റ്റ് അതിലേ ഞാൻ ജോലി ചെയ്യൂ എന്നൊരിക്കലും പറയരുത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്നും ഒരു വില്ലിങ്നെസ് കാണിക്കുക. ബിക്കോസ് ചേഞ്ച് ഇസ് ഓൾവേസ് ഇൻഎവിറ്റബിൾ. ഒരേ ഒരു സ്റ്റേറ്റിൽ എന്ന് നമുക്ക് നിന്ന് പോകാൻ കഴിയില്ല. ഒരു സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ജോബിലാണെങ്കിലും. നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എക്സ്റ്റെൻസീവ് ആയിട്ട് പറയുമ്പോൾ ചില സ്റ്റുഡൻസ് ചോദിക്കും, വൈ കമ്മ്യൂണിക്കേഷൻ ഇസ് ഗിവൺ സോ മച്ച് ഓഫ് റെലവൻസ്? ദ സിമ്പിൾ ആൻസർ ടു ഇറ്റ് ഇസ്, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ്, അതുപോലെ തന്നെ ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ്, സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഇവരെല്ലാവരും ഒരു ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അറ്റ് വൺ പോയിന്റ് ഓർ ദ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അത്ര നല്ലതല്ലെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എ ബാഡ് മാർക്ക് ഫോർ us. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ്റെ റെലവൻസ് റിയലൈസ് ചെയ്യാൻ യൂത്ത് കുറേ കൂടി ഡിലേഡ് ആകുന്നു എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ പറയുമ്പോൾ അവർക്ക് തോന്നും അതിനിപ്പോൾ എന്താ,
പക്ഷെ എന്നാലും കുറച്ച് വർഷങ്ങൾക്കപ്പുറം they feel that they should have improved their communication skills few years back. And third factor എന്ന് പറയുന്നത് continuous learning ആണ്. കാരണം ഏത് ടെക്നോളജി ആണെങ്കിലും അതിന് ഒരു certain span of time ഉണ്ട്. മേ ബി ആഫ്റ്റർ ദാറ്റ് ആ ടെക്നോളജി തന്നെ ചിലപ്പോൾ ഒബ്സൊലീറ്റ് ആവാം അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആകാം. വേറെ പുതിയ പുതിയ ടെക്നോളജീസ് വരും. ആൻഡ് ദാറ്റ് വിൽ ബിക്കം ദ ബസ് വേർഡ്. ഇപ്പോൾ അതിനാണ് നമ്മൾ ബേസിക്കലി മാനേജ്മെന്റ് ടേംസിൽ പറയുന്നത് ദ ടെക്നോളജി പാരാഡിം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ അഫ്നാസിനോട് ചോദിക്കാനുള്ളത് ഓർക്കൂട്ട് എന്നുള്ള പ്ലാറ്റ്ഫോം കേട്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. പക്ഷെ ഇന്ന്, അതായത് ഓർക്കൂട്ട് എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഫേമസ് ആയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷെ ഇന്ന് ഓർക്കൂട്ട് എന്ന് എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ? ഇന്ന് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, വാട്സാപ്പ്, വേറെ കുറെ ആപ്പുകൾ വന്നു. അപ്പോൾ ആ പുതിയ ആപ്പുകളുടെ ആ ഒരു ലെവലിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരാൻ ഓർക്കൂട്ടിന് കഴിഞ്ഞില്ല. സോ ദേ ആർ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്, ദേ ഹാവ് വാനിഷ്ഡ്. അതുപോലെ തന്നെയാണ് ഇൻഡിവിജ്വൽസ്. അതായത് കണ്ടിന്യൂസ് ലേണിംഗ് ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വലിനെ, അത് ജോബാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്നും ഔട്ട്ഡേറ്റഡ് ആയിട്ടേ കണക്കാക്കുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് അപ്സ്കിൽ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനത്തെ ഇൻഡിവിജ്വൽസിന് എന്നും മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാകും, ബി ഇറ്റ് ഇൻ ദ കോർപ്പറേറ്റ് ഓർ ബി ഇറ്റ് ഇൻ ടു ബിസിനസ് ആസ് വെൽ. ഇന്ന് നമ്മോടൊപ്പം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പോഡ്കാസ്റ്റിൽ ചേർന്നിട്ടുള്ളത് മിസ്റ്റർ നിഷാന്ത് സാറായിരുന്നു. സാറിന് എൻ്റെ പേരിലും സ്ട്രൈറ്റ് ലൈൻ അക്കാദമിയുടെ പേരിലും വലിയൊരു താങ്ക്സ് രേഖപ്പെടുത്താണ്. താങ്ക് യു സാർ. യൂത്തിന് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് നിഷാന്ത് സാർ നമുക്ക് ഇന്നിവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വീഡിയോയിലെ ഇൻഫോർമേഷൻസ് നിങ്ങൾ വ്യൂവേഴ്സ് വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കുക. ജീവിതത്തിൽ അതൊരു ഉപകാരമുള്ള പാഠമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും.